എന്ന് പറഞ്ഞാൽ എത്ര പൈസ കിട്ടിയാലും നമുക്കൊരു പ്രോഡക്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റഡ് ഓഫ് ഇതുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം കൂടുതൽ കിട്ടുകയാണെങ്കിൽ. അപ്പൊ തെലുങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണമാണ്, സാമ്പത്തികപരമായിട്ട് ഗുണമുണ്ട്. വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പം അതിനനുസരിച്ച് കൂടുതൽ വലിയ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി എല്ലാത്തിനും സാമ്പത്തികമായിട്ട് ഗുണമുണ്ട്. നമ്മൾ അവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ പറഞ്ഞില്ലേ, ദുബായിൽ പോയിട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ താമസിച്ച് നമ്മുടെ കയ്യിലെ പൈസ പോണോ കയറി. പക്ഷെ ഇടയ്ക്ക് അവിടെ പോയിട്ട് ചൂണ്ടയിട്ടിട്ട് വന്നാൽ നല്ലതാ. അവിടെ പോയി ഒരു ക്ലാസ് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ജീവിതം 20,000 രൂപയ്ക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെ താമസിക്കാൻ പറ്റും. അത് 20,000 രൂപയ്ക്ക് കൊച്ചിയിൽ കിട്ടുന്ന അപ്പാർട്ട്മെന്റ് ദുബായി പോയാൽ അതേ സ്പേസിൽ താമസിച്ചാൽ എത്രയാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എല്ലാം ഇതിൽ കാൽക്കുലേറ്റഡ് ആണ്. തെലുങ്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും മറ്റുള്ള വലിയ സൗകര്യങ്ങൾ തരുന്നു, വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾ തരുന്നു ബുക്ക് ചെയ്യാനായിട്ട്. ഞാനായിരിക്കും എന്തിനാ എത്ര അധികം പൈസയൊക്കെ ചിലവാക്കണവർ, നമുക്കൊരു ചെറിയ മുറി എന്നാൽ നമ്മളവിടെ നിന്ന് കമ്പോസ് ചെയ്തേ ഈ ഒരു പാട്ടുണ്ടാക്കാൻ എന്തിനും ഒരു ഇത്ര ചിലവാക്കുന്നത് നമുക്ക് തോന്നുന്നു. ആ പൈസ നമുക്ക് തന്നാൽ പോലെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാലോ, എന്തിനാ വലിയ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പൈസകൾ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ സുഖത്ത്, നിങ്ങളിവിടെ ഹോട്ടലിന് കൊടുക്കുന്ന ബില്ലില്ലേ, ഈ ബില്ലിന് അവിടെ ഞങ്ങളൊരു പടം ചെയ്യും. പക്ഷേ ഹിന്ദി ആദ്യം മുതൽ തന്നെ ഹിന്ദി ചെയ്തു തുടങ്ങുന്നു, തമിഴ് ചെയ്യുന്നു, തെലുങ്ക് ചെയ്യുന്നു. അപ്പം ഈ ഭാഷകളിലൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ ഒരു കുറച്ചുകൂടെ ബ്രോഡാക്കാൻ പറ്റും. നമ്മുടെ ഡിമാൻഡ്സും കൂടും അതിനനുസരിച്ച്. എൻ്റെ ബേസിക്കലി എനിക്ക് വരുന്ന മ്യൂസിക് എല്ലാം എനിക്കറിയില്ല, അത് എല്ലാ ഭാഷയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്യൂൺസാണ് എനിക്ക് വരുന്നത്, എനിക്കറിയില്ല. അതേസമയം ഒത്തൻറ്റിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളൊരു മലയാളിത്തമുള്ള പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളിത്തമുള്ള പാട്ട്, അപ്പോൾ എന്നുള്ള പാട്ട് എനിക്ക് ഹിന്ദി ആക്കി നന്നായിരിക്കില്ല. അപ്പോൾ തേരെ തേരെ താരരി അത് നമുക്ക് ഹിന്ദി ആക്കാൻ പറ്റും, തെലുങ്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ തെലുങ്കിൽ ചെയ്യുമ്പോൾ തെലുങ്കിൽ നേരെ ഒരു പടം കിട്ടിയ ഉടനെ ഞാൻ നേരെ പോയിട്ട് പടം ചെയ്യല്ല ഉണ്ടാകുന്നത്. ഞാൻ അതിൻ്റെ പിന്നിൽ തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എൻ്റെ ഒരു പാട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തെലുങ്കിൽ എത്ര സിനിമകൾ അവർ കേട്ടിട്ടുണ്ട്, എത്ര സിനിമകൾ അവർ കണ്ടിട്ടുണ്ട്, ആളുകൾ ഏതൊക്കെ പടങ്ങൾ ഹിറ്റായിട്ടുള്ള വലിയൊരു റിസേർച്ച് നടത്തിയതിന് ശേഷമാണ് ഫസ്റ്റ് പടം ചെയ്യുന്നത്. മല്ലി മല്ലി ഇതിരാണി റോസു എന്നാണ് ഞാൻ ആദ്യം ചെയ്ത സിനിമയുടെ പേര്. അതിൽ പാട്ടുകളെല്ലാം വൺ ഹിറ്റായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഹിറ്റ് സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരുപാട് സിനിമകൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ കണക്കറിയില്ല, ഒരു 10-40 സിനിമകൾക്കുള്ളിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രിയിലോട്ട് നമ്മൾ ചെയ്യുമ്പം ഞാനൊരു ബിസിനസ് ആംഗിൾ കൂടിയാണ് ആലോചിക്കുന്നത്. നമുക്ക് ഒരു സാധനം നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ സെല്ലാവോ ഇല്ലെന്ന് പറയുന്നത് നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മളൊരു മലയാളത്തിൽ ഒരു പുറത്തുനിന്ന് മ്യൂസിക് ഡയറക്ടർ എന്ന് ചെയ്യുമ്പോൾ ഫ്ലൂക്കിനൊരു ഹിറ്റ് അടിച്ച് പോകുന്നൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്കിവിടെ പരിചയമില്ലാത്തൊരു സംഗീതം കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് ഹിറ്റായി മാറും, പിന്നെ ആ മ്യൂസിക് ഡയറക്ടർ കാണത്തില്ല. അങ്ങനെ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഇവിടെ വന്ന് ചെയ്തിട്ട് കാണാതെ പോയിട്ടുണ്ട്. ചിലർ ഇവിടെ തന്നെ സ്ഥിരപ്രതിഷ്ഠ സ്ഥാപിച്ചവരും ഉണ്ട്. സോ അങ്ങനെ ആയി പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെയ്യുമ്പം വൃത്തിക്കെല്ലാം മനസ്സിലാക്കി അവർക്ക് ഇഷ്ടം എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് അവരുടെ ഹിസ്റ്ററിയിൽ അവർ കേട്ടിട്ടുള്ളത്. നമുക്കൊരു ട്യൂൺ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പല ട്യൂണുകളുടെ ഒരു റീകളക്റ്റീവ് മെമ്മറി കൂടി ചേർന്നിട്ടാണ് ഇതൊരു പുതിയൊരു സാധനം. നമുക്ക് പുതിയതായിട്ട് സാധനം കൊടുത്ത് അപ്പെടുത്ത് കളയും. എവിടെയോ കേട്ട് മറന്ന് എന്തോ നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഒരു പുതിയ ടേസ്റ്റ് നമുക്ക് ആദ്യം രുചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, തുപ്പിക്കളെ. പക്ഷെ എന്തിനു പറയുന്നു, 1970s ഏതെങ്കിലും ഇവിടെ പാലക്കാടിലെ പൊപ്പന് കൊണ്ടിട്ടൊരു പിസ്സ ബർഗറോ എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് കൂട്ടാൻ ചട്നി സാമ്പാറും കിട്ടുമെന്ന് ചോദിക്കില്ലേ, എത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം പിസ്സ എന്താണ്, ബർഗർ എന്താണ്, KFC എന്ന് പറഞ്ഞ കാര്യം. ഇതൊരു ടേസ്റ്റാണ്, എല്ലാ രുചി രസന ഇതുപോലെയാണ്. അപ്പോൾ അവിടുത്തെ രുചികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് എന്താണ് അതിനനുസരിച്ച് നമ്മളൊന്ന് മോൾഡ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓലഞ്ഞാലിക്കുരുവി ചെയ്യുമ്പോൾ അതിലേക്ക് വന്നു വാണിജ്യറാമിനെ കൊണ്ടുവരണമെങ്കിൽ പി ജയചന്ദ്രൻ സാറിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധിപരമായി ചിന്തിച്ചൊരു പാട്ട് ഹിറ്റാക്കുകയാണ്. എന്റെ പൊന്നെ, ഹിറ്റാക്കാനൊന്നും ആർക്കും പറ്റില്ല. അയ്യോ, അങ്ങനെ അത് ഭയങ്കര ഒരു തോട്ടല്ലേ. അങ്ങനെ ഒരു പാട്ട് വെച്ചാൽ ആ സമയത്ത് എങ്ങനെയായിരിക്കും റിസീവ് ഹിറ്റാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഹിറ്റാക്കൂലേ? എല്ലാ പാട്ടും ഹിറ്റാക്കാൻ അങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അത് ഹിറ്റായി. എന്നാൽ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ശ്രദ്ധയെ അറ്റൻഷൻ അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റി. അത് നമ്മൾ എത്തിക്കാനുള്ള കാരണമുണ്ട്, അതിനൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് നടക്കുന്ന 1983 അതെ, 1983 കാലഘട്ടങ്ങളിൽ കേട്ടു മറന്നൊരു പാട്ട് പോലെ തോന്നണം എന്നാണ് നമ്മുടെ ആദ്യത്തെ സംഭവം. അല്ലാണ്ട് ഒരു പുതിയ പാട്ട് 1983 കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. അപ്പോൾ 1983 കാലഘട്ടം 1980s കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേട്ട് മറന്നിട്ടുള്ള സൗണ്ടിങ്
ഉം. 3 ഡിലേ. ഗ്യാപ്പ്. ചിറകുമായി തരരരി. ആ ഒരു പാറ്റേൺ, ബീജിയം ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്ന് കേട്ടുകൊണ്ടിരുന്ന സ്റ്റൈല്, അങ്ങനത്തെ കട്ടിങ്സ്, അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ്, ഉം. ടു ടു ഈ പുലരിയിൽ ഇങ്ങനെയല്ലേ പോകുന്നത്. അടിപൊളി. അങ്ങനെയൊക്കെ വരുന്നത് അതങ്ങനെ, അതൊക്കെ വേണം, അതൊക്കെ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് ആ കാലഘട്ടം ഓർമ്മപ്പെടുത്താനായിട്ട്. അപ്പോൾ ആ കാലഘട്ടം ഓർമ്മപ്പെടുത്താനുള്ള എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ആദ്യം ഇവിടെയുള്ള പുതിയ സിംഗേഴ്സിനെ കൊണ്ട് ആസ് യൂഷ്വൽ നല്ലൊരു പാട്ട് പാടിക്കോളൂ, ഒരു സിംഗർ ഒന്ന് പാടി, രണ്ടാമതൊരു സിംഗർ ഒന്ന് പാടി, മൂന്നാമതൊരു സിംഗർ ഒന്ന് പാടി. അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് ഇഷ്ടമാവുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ട് ആ ഒരു പുതുമ തന്നെ കിട്ടുന്നു. അപ്പം ആലോചിച്ചപ്പോഴാണ് എബിൻ ആദ്യം ഈ കമ്പോസിഷൻ കേട്ടപ്പോൾ നമുക്ക് ദാസേട്ടനെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു വോയിസ് കൊണ്ട് പാടിക്കാം. അപ്പോൾ ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല. ഞാൻ പാടിച്ച് കമ്പോസ് ചെയ്തു, പല പുതിയ സിംഗേഴ്സിനുണ്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല, എന്തോ ഒരു ഗ്രിപ്പ്. ഓലഞ്ഞാലിക്കുരുവി എന്ന് പാടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ആ ഒരു പഴമ കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജയേട്ടനെ കൊണ്ട് പാടിക്കാം, വാണിയമ്മനെ കൊണ്ട് പാടിക്കാം. ഇവരുടെ പ്രൊനൗൺസിയേഷനാണല്ലോ ഈ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. പ്രൊനൗൺസിയേഷൻ എന്തോ രസമാണ് കേൾക്കാൻ. ഇപ്പോൾ പലരും ഓലഞ്ഞാലിക്കുരുവി, പക്ഷെ ജയേട്ടൻ പാടുമ്പോൾ ഓലഞ്ഞാലിക്കുരുവി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുമല്ലാതെ അനുകരിക്കാനും പറ്റില്ല. അത് അദ്ദേഹം തന്നെ വരണം. ലെജൻഡ്സ്. ദാസേട്ടനെ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ദാസേട്ടനെ പാടിയപ്പോൾ പുലിമലൊരു പാട്ട് ദാസേട്ടനെ ചിത്രിച്ചു. ദാസേട്ടൻ പാടും ഇതൊക്കെ ഒരു പ്രൊനൗൺസിയേഷൻ. മലയാള ഭാഷയെ ഇത്ര സ്നേഹിച്ചിട്ടാന്ന് പറയാം അവർ പാടുന്നത്. ഒരുപാട് സ്നേഹമാണ് അവർക്ക് ഭാഷയോട്. ഭാഷ ഭയങ്കര രസമാണ് അവർ പാടി കേൾക്കുമ്പോൾ. അത് ആ ഒരു ഇതിലാണ് എനിക്ക് വലിയൊരു ലെസണാണ് എനിക്ക് കിട്ടിയത്. എന്താണ് മലയാള ഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. ഒരുപാട് വയസ്സായ ആളുകൾ, കുറച്ച് പ്രായം ചെന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ആ പാട്ടിലൂടെ എന്നെ ഒരുപാട് പ്രായമുള്ള ആളൊക്കെ അറിയുന്നത്. തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയ മറ്റൊരു പാട്ടാണ് മോഹമുന്തിരിയും വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് സിത്താരയുടെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്. സിതാരയോട് അതേ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആഹാ 2 പ്രാവശ്യം പാടിപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ എങ്ങനെയാണ് വന്നത്? അത് കമ്പോസ് ചെയ്തതിനുള്ള കാര്യമാണ്. എൻ്റെ കമ്പോസിഷൻ എല്ലാം ഒന്നും ഇങ്ങനെ അറിയാതെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാക്കി തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പാടിക്കുകയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു കമ്പോസറാണ്. ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്നുള്ളൂ. കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഐ എം വെരി സ്ട്രിക്റ്റ് അബൌട്ട് വാട്ട് ഷുഡ് ഹാപ്പൻ. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. തെറ്റായാലും ശരിയായാലും പാടിപ്പിക്കുന്ന സമയത്തായാലും ചിത്രം പാടിപ്പിക്കുമ്പോഴും മുൾമുനെ നിർത്തിക്കൊണ്ടാണ് പാടിപ്പിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പാവം സിത്തു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിഗംഭീര സിംഗറാണ് സിത്തു. പല രീതിയിൽ പാടും, എന്ത് വേണേ ആക്കാം. അങ്ങനെ ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിന്, ഒരു ആർട്ടിസ്റ്റിനെ എന്ത് രീതിയിൽ വേണമെങ്കിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് ആണ് സിത്തു. എല്ലാ റേഞ്ചും സിത്തു നല്ല കംഫർട്ടബിൾ ആണ്. എല്ലാ റേഞ്ചിലും സിത്തുവിൻ്റെ വോയിസ് നല്ല. പക്ഷേ ചിലപ്പോൾ ഐഡന്റിറ്റിയെ ബാധിക്കും. ഇത് ഇന്ന ആളാണ് പാടിയപ്പോൾ സിത്തു ഏത് പാട്ട് പാടിയാലും സിത്തുവിൻ്റെ പാട്ട് തിരിച്ചറിയും. അത് വളരെ റെയറായിട്ട് കിട്ടും. ഇപ്പോൾ സുനീതി ചൗഹാൻ, ശ്രേയ ഘോഷൽ, ഇവരൊക്കെ ഏത് റേഞ്ച് പാടിയാലും നമുക്ക് കിട്ടും. പക്ഷെ ചില വോയിസസ് നമുക്ക് വളരെ ഹൈ റേഞ്ച് മാത്രം പാടിക്കൊണ്ടിരുന്ന വോയിസ് നമുക്ക് ആരും മനസ്സിലാവില്ല. ഇവരൊക്കെ ലോ രജിസ്റ്റർ നല്ല സ്ട്രോങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സിംഗേഴ്സാണ്. അവർ ഭയങ്കര രസമാണ് ഒരു വോയിസ് കേൾക്കാൻ. അപ്പോൾ സിത്തുവിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന സമയത്ത് എനിക്കൊരു വെറുതെ ഒരു കമ്പോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഒരു പ്യുവർ ഗസൽ സോങ് അത് കമ്പോസ് ചെയ്യാം. ഞാൻ മോഹമുന്തിരി കമ്പോസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർമോണിയം, ഒരു തബലയും വെച്ചിട്ട് പറഞ്ഞു വിശ്വസിക്കില്ല. തര 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 തീറ്റ തര തര തരരി രാരി തരടി തരരി തരരി രാരി തരടി തരരി തരര താര തരരി രാര തരരി രാര നാര
ഇങ്ങനെ കമ്പോസ് ചെയ്ത പാട്ടാ. ഈ അതാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഞാൻ എന്താ വെച്ചാൽ പ്യുവർ സോൾ ആയിട്ട് ഒരു ഗസൽ പാട്ടുണ്ടാക്കി. ഉം. തരര തീ തര തരരെ താരര തരരെ താരര തരതേ തരരെ താരര തരരെ തരരരരെ തരരര തേ തീരരരരരരെ തരരര താരേ തരര താര തരരെ താര തരരിരരേ തരരിരാ. ഇങ്ങനെ ഒരു ഹാർമോണിയം തബലയും വെച്ച് ഉം. ചിന്ത ചിത്ത ചിത്ത ചിന്ത ചിന്ത തൻ തരിരി ത ഇങ്ങനെ കമ്പോസ് ചെയ്ത്. എന്നിട്ട് അപ്പം ഞാനൊരു കമ്പോസറാണ്. ഉം. അത് കഴിഞ്ഞ് ഞാൻ ഗോപിസുന്ദരനായിട്ടുള്ള ഒരു പ്രോഗ്രാമറായി മാറി. ആ കമ്പോസറിനെ എടുത്ത് ഹാർമോണിയം തബലയൊക്കെ എടുത്ത് കളഞ്ഞു. ഈ സാധനം എടുത്തു, സ്പീഡ് കൂട്ടി, പക്ക റീമിക്സ് ആയിട്ട് ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് വേണ്ട ആ നൊസ്റ്റാൾജിക് ഒരു ഗസൽ, ഒരു സാഡ് ഗസൽ കേൾക്കുന്ന ഒരു ഭാവം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉം. പ്യുവർ ഞാൻ വെറുതെ പാടിയപ്പോൾ എൻ്റെ സുഖം കേട്ടില്ലേ. ഉം. ഇത് ഞാനൊരു തബല ഹാർമോണിയം വെച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഉസ്താദുകളും ഇരുന്നിട്ട് വാ ക്യാ അരെ വാ. എന്ത് നല്ല പാട്ട്, ആഹാ എന്താ അതിൻ്റെ ഭാവം. അതിനെ ഐറ്റം സോങ് ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു. അതാണ് അവിടെ ഉണ്ടായത്. ഒരു സാധാരണ ഒരു കമ്പോസിഷൻ, ഒരു ഭയങ്കര ഇമോഷണലായിട്ടൊരു കമ്പോസിഷൻ എടുത്തിട്ട് അതൊരു ഗസലായിട്ട് പാടുന്നൊരു പാട്ടെടുത്ത് നേരെ സ്പീഡ് കൂട്ടിയിട്ട് നേരെ അതിനൊരു റീമിക്സ് ഐറ്റത്തിൽ മാറ്റി അടിച്ചങ്ങ് കയറ്റി, അടിച്ച് പഴിപ്പിച്ച് സെറ്റപ്പാക്കി നിർത്തി, ഒരു കൊമ്പുമ്പോ പിടിച്ച് നിർത്തി കെട്ടി അതിൻ്റെ അറ്റത്ത് സണ്ണി ലിയോണെ തൂക്കിയിട്ടു. അത് പറന്നു പോയി. അത് പറന്നുപോയി.